ഇന്ത്യയുടെ ബോയിംഗ് വിമാനം തകർന്നു വീണ് നൂറുകണക്കിന് ജീവനുകൾ പൊലിഞ്ഞതിന്റെ ഞെട്ടലിൽ നിന്നും വേദനയിൽ നിന്നും രാജ്യം മുക്തമായിട്ടില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. അത്ഭുതകരമായി ഒരു യാത്രക്കാരൻ മാത്രമാണ് ഈ വലിയ ദുരന്തത്തിൽ നിന്നും ജീവനോടെ രക്ഷപ്പെട്ടത്. മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണി അടക്കമുള്ളവർക്ക് അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അഹമ്മദാബാദിലെ ആശുപത്രി ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലേക്കാണ് തീപിടിച്ച വിമാനം തകർന്നു വീണത്. ആ സമയത്ത് പ്രദേശവാസികളായ നിരവധി പേർ മടിച്ചും ഭയന്നു നിൽക്കാതെ രക്ഷാപ്രവർത്തനത്തിനായി ഓടിയെത്തിയിരുന്നു. അക്കൂട്ടത്തിൽ ഒരാളാണ് 56-കാരനായ രാജു പട്ടേൽ. കെട്ടിട നിർമ്മാണ ബിസിനസ് നടത്തുന്ന രാജു പട്ടേൽ വിമാന അപകടം ഉണ്ടായി 5 മിനിറ്റിനുള്ളിൽ തന്റെ ടീമുമായി രക്ഷാപ്രവർത്തനത്തിന് ദുരന്തമുഖത്തേക്ക് ഓടിയെത്തിയ ഒരു വ്യക്തിയാണ്. എന്നാൽ ആദ്യത്തെ 15-20 മിനിറ്റുകളോളം അപകട സ്ഥലത്ത് അടുത്തേക്ക് പോവാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എന്നാണ് ടൈം ഓഫ് ഇന്ത്യയോട് രാജു പട്ടേൽ പറഞ്ഞത്. കാരണം തീ അത്രയ്ക്കും ഭയാനകമായി ആളിപ്പടരുകയായിരുന്നു. അടിയന്തര രക്ഷാപ്രവർത്തകർ സ്ഥലത്തേക്ക് എത്തിയതോടെയാണ് താനും മറ്റുള്ളവരും അവരെ സഹായിക്കാൻ ഇറങ്ങിയത്. പൊള്ളലേറ്റ ആളുകളെ സ്ഥലത്ത് നിന്നും മാറ്റാൻ ആ സമയത്ത് പെട്ടെന്ന് സ്ട്രെച്ചറുകൾ ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ കയ്യിൽ കിട്ടിയ പുതപ്പുകളും സാരികളും ഒക്കെ എടുത്താണ് പരിക്കേറ്റവരെ പുറത്തേക്ക് കൊണ്ടുവന്നത്. രാത്രി 9 മണി വരെ അപകട സ്ഥലത്ത് രക്ഷാപ്രവർത്തകർക്കൊപ്പം ഇവരടക്കമുള്ള പ്രദേശവാസികൾ സഹായത്തിന് ഉണ്ടായിരുന്നു. വിമാനത്തിൽ ഉണ്ടായിരുന്ന 242 യാത്രക്കാരുടെയും ലഗേജുകളും പ്രദേശത്ത് ചിതറിക്കിടക്കുകയായിരുന്നു. മിക്കതും കത്തിത്തീർന്ന അവസ്ഥയിലായിരുന്നു. രാജു പട്ടേൽ സംഘവും കത്തിപ്പോകാത്ത ബാഗുകളും പെട്ടികളും മറ്റും പുറത്തേക്ക് എത്തിച്ചിരുന്നു. പണവും സ്വർണവും പാസ്പോർട്ടുകളും കത്തിപ്പോകാത്ത ഭഗവത് ഗീതയും അടക്കം അപകട സ്ഥലത്തു നിന്നും ഈ തിരച്ചിൽ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. യാത്രക്കാരുടേതായ 100 പവൻ സ്വർണമാണ് ലഭിച്ചത്. മാത്രമല്ല കത്തിപ്പോകാതെ 80,000 രൂപ പണമായും ലഭിച്ചിട്ടുണ്ട്. ചിലരുടെ പാസ്പോർട്ടുകളും തീയിൽപ്പെടാതെ കിട്ടിയിരുന്നു. പണവും സ്വർണവും അടക്കം അപകടം നടന്ന സ്ഥലത്ത് നിന്നും ലഭിച്ച എല്ലാ വസ്തുക്കളും രാജു പട്ടേലും സംഘവും പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. 2008 അഹമ്മദാബാദിൽ തുടർ സ്ഫോടനമുണ്ടായ സമയത്തും രാജു പട്ടേൽ രക്ഷാപ്രവർത്തനത്തിന് സജീവമായിരുന്നു. പറ്റുന്ന സഹായം ചെയ്യാൻ സാധിക്കുന്നതിൽ താൻ കൃതാർത്ഥനാണെന്നാണ് പട്ടേൽ പറയുന്നത്. അപകടത്തിന് ഇരയായ ആളുകളുടെ അവശേഷിക്കുന്ന എല്ലാ വസ്തുക്കളും രേഖപ്പെടുത്തി വെക്കുമെന്നും അവ ബന്ധുക്കൾക്ക് കൈമാറുമെന്നാണ് ഗുജറാത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞത്. ജൂൺ 12 വ്യാഴാഴ്ച നടന്ന അപകടത്തിൽ വിമാനത്തിലെ യാത്രക്കാരും ജീവനക്കാരും വിമാനം തകർന്നു വീണ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളും അടക്കം 270 പേർക്കാണ് മരണം സംഭവിച്ചത്. ലണ്ടനിലേക്ക് പുറപ്പെട്ട ബോയിംഗ് 7878 ഡ്രീം ലൈനർ വിമാനമാണ് ടേക്ക് ഓഫ് കഴിഞ്ഞ് നിമിഷങ്ങൾക്കുള്ളിൽ തകർന്നു വീണത്. അതേസമയം എയർ ഇന്ത്യ വിമാനം ദുരന്തത്തിന് പിന്നാലെ അപകടവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. വിമാനം പറന്നുയർന്ന ഉടൻ തന്നെ താഴേക്ക് പതിച്ച് കത്തി അമരുന്ന ദൃശ്യങ്ങൾ നടുക്കത്തോടെയാണ് രാജ്യം കണ്ടത്. അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട യാത്രക്കാരൻ വിശ്വാസ് കുമാർ കത്തിയമരുന്ന വിമാനത്തിന് സമീപത്തു നിന്നും പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളും പുറത്തു വരുന്നുണ്ടായിരുന്നു. വിമാനം തകർന്നു വീണ വിജയ് മെഡിക്കൽ കോളേജ് കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ നിന്നും വിദ്യാർത്ഥികൾ രക്ഷാർത്ഥം അലറി വിളിച്ചുകൊണ്ട് ചാടുന്നതിന്റെ ദൃശ്യങ്ങളും ഏറ്റവും പുതിയതായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് പോലും തിരിച്ചറിയാതെ കത്തുന്ന കെട്ടിടത്തിൽ നിന്നും പലരും നിലവിളിച്ചുകൊണ്ടാണ് താഴേക്ക് ചാടുന്നത്. ബാൽക്കണിയുടെ കൈവരിയിൽ കയ്യിൽ കിട്ടിയ തുണികൾ കെട്ടിയിട്ട് പുറത്തേക്ക് തൂങ്ങിയിറങ്ങാനാണ് പലരും ശ്രമിച്ചത്. അന്തരീക്ഷം ആകെ കറുത്ത പുകയും തീയുമായിരുന്നു. അപകട സ്ഥലത്ത് 700 ഡിഗ്രിയോളം ചൂടാണ് അനുഭവപ്പെട്ടതെന്നാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഈ ചൂടിൽ നിന്നും പുകയിൽ നിന്നും രക്ഷപ്പെടാൻ വിദ്യാർത്ഥികൾ തീവ്ര ശ്രമം നടത്തിയത് വീഡിയോയിൽ കാണാമായിരുന്നു. പലരും തുണിയിൽ നിന്ന് പിടിവിട്ട് താഴേക്ക് ചാടുന്നതും വീഡിയോയിൽ കാണാം. 21 സെക്കൻഡ് ഉള്ള വീഡിയോ കാണുന്നവരുടെ മനസ്സിലും നടുക്കമുണ്ടാക്കുന്നുണ്ട്. ഹോസ്റ്റൽ കെട്ടിടത്തിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 4 മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളാണ് മരിച്ചത്. അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് യാത്ര തിരിച്ച എയർ ഇന്ത്യ വിമാനമാണ് പറന്നുയർന്ന ഉടൻ തകർന്നു വീണ് അഗ്നിഗോളമായി മാറിയത്. 242 പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ 241 പേരും കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. വിശ്വാസിന്റെ തിരിച്ചുവരവ് അവിശ്വസനീയമാണെന്നാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത്. അപകടത്തിന്റെ കാരണം ഇപ്പോഴും വ്യക്തമായിട്ടില്ല. അപകട സ്ഥലത്ത് നിന്നും വീണ്ടെടുത്ത ബ്ലാക്ക് ബോക്സ് വിശകലനം ചെയ്യാനുള്ള ശ്രമത്തിലാണ് അധികൃതർ.
UAE-യിൽ നിന്നും സഹായം. അതിനിടെ വിമാന ദുരന്തത്തിൽ കൊല്ലപ്പെട്ട BJ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് ആശ്വാസമായി ആരോഗ്യ മേഖലയിലെ സംരംഭകനായ ഡോക്ടർ ഷംസീർ വയലിൻ എത്തിയിട്ടുണ്ടായിരുന്നു. അപകടത്തെ തുടർന്ന് 6 കോടി രൂപയുടെ സഹായം പാക്കേജാണ് VVS ഹെൽത്ത് കെയർ ഗ്രൂപ്പിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ഷംസീർ വയലിൻ പ്രഖ്യാപിച്ചത്. വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് 1 കോടി രൂപയാണ് സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചത്. പരിക്കേറ്റവർക്കും കുടുംബാംഗങ്ങളെ നഷ്ടമായ ഡോക്ടർമാർക്കും 20 ലക്ഷം രൂപ വീതം ധനസഹായം നൽകും. വിമാന ദുരന്തത്തിന്റെ ദൃശ്യങ്ങൾ ഏറെ വേദനാജനകമായ അനുഭവമാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപകട സ്ഥലം കണ്ടപ്പോൾ തന്റെ മെഡിക്കൽ പഠനകാലമാണ് ഓർമ്മ വന്നത്. അന്നത്തെ ഹോസ്റ്റൽ അന്തരീക്ഷവും കൂട്ടുകാരുമൊക്കെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ഹോസ്റ്റലിലും മെസ്സിലും ഇരുന്ന് പരീക്ഷകൾക്കായുള്ള തയ്യാറെടുപ്പുകൾ, ക്യാൻറ്റീന് ചുറ്റുമുള്ള വർത്തമാനങ്ങൾ എന്നിവയെല്ലാം ഓർമ്മയിൽ വന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വയനാട് ഉരുൾപൊട്ടൽ അടക്കമുള്ള നിരവധി ദുരന്തത്തിൽ കൈത്താങ് നൽകിയിട്ടുണ്ടെങ്കിലും അഹമ്മദാബാദിലെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ഡോക്ടർമാർക്കും ഉണ്ടായ അപകടം മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന തന്നെ വ്യക്തമായി ബാധിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. മംഗലാപുരത്തെ കസ്തൂർബ മെഡിക്കൽ കോളേജിൽ, ചെന്നൈയിലെ ശ്രീരാമചന്ദ്ര മെഡിക്കൽ കോളേജിലുമാണ് ഡോക്ടർ ഷംസീർ പഠിച്ചത്. 2010-ലെ മംഗലാപുരം വിമാന ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് ഡോക്ടർ സാമ്പത്തികവും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സഹായങ്ങളും UAE-യിൽ ജോലിയും നൽകിയിരുന്നു. നിപ്പ, കോവിഡ് തുടങ്ങിയ പ്രതിസന്ധി ഘട്ടങ്ങളിലും അദ്ദേഹം സഹായം എത്തിച്ചിട്ടുണ്ട് എന്നാണ് രാജസ്ഥാനിൽ നിന്നും ജയപ്രകാശ് ചൗധരി, അതുപോലെ തന്നെ മാനവ് ബാധു, മധ്യപ്രദേശിലെ ആര്യ രജ്പുത്, ഗുജറാത്തിലെ രാകേഷ് ദിഹോറ എന്നിവരുടെ കുടുംബങ്ങൾക്കാണ് 1 കോടി രൂപ സഹായം ലഭിക്കുക.